പെരുമഴക്കാലത്ത് ആരോഗ്യം സംരക്ഷിക്കാൻ ആയുർവേദത്തിന്റെ വഴികളുമായി ജൂലൈ 25 രാത്രി 7 മണിക്ക് നേർരേഖ എത്തുന്നു. തടവലും തിരുമ്മലും ഉൾപ്പെടെ കർക്കടക മാസത്തിലെ ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം. ഉഴിച്ചൽ എന്ന് പറയുമ്പോൾ ശരിക്ക് കൈപ്പത്തി ഉപയോഗിച്ച് എണ്ണ കയ്യിലെടുത്തിട്ടുള്ള ഒരു മസാജ് ആ രീതിയിലാണ് പോകുന്നത്. പിഴിച്ചൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ ദാനന്തരം കുഴമ്പോ അല്ലെങ്കിൽ സഹചരാദിയോ കാർപ്പസ്യാദിയോ ചൂടാക്കിയിട്ട് തുണി മുക്കിയിട്ട് തൈലം ആ തുണിയോട് കൂടിയിട്ട് ഇങ്ങനെ ഒഴിക്കലാണ്, ധാര പോലെ ഇങ്ങനെ ഒഴിക്കലാണ്. മരിക്കുന്ന അന്ന് ചത്ത ശവത്തിൻ്റെ അടുത്ത് ഇന്ന് എണ്ണ തേച്ച് കുളിച്ചിരുന്നു ചോദിച്ചാൽ ശവം പറഞ്ഞിരിക്കണം എന്നാണ്. അത് ഇന്ന് ഞാൻ രാവിലെ എണ്ണ തേച്ച് കുളിച്ചിരുന്നു. ഈ കർക്കിടക മാസം ഒരു ഉഴിച്ചൽ ചെയ്ത് അടുത്ത കർക്കിടം 2027 ഉഴിച്ചൽ വരുന്ന കർക്കിടക മാസം വരെ ഒരു അസുഖം ഉണ്ടാകാൻ പാടില്ല. പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സുഖചികിത്സയും പഞ്ചകർമ്മവും. കളരി ചികിത്സ ചവിട്ടി ഒഴിയുക. അവള് ചവിട്ടി ഒഴിയൽ എന്ന് പറഞ്ഞാൽ എല്ലാ മർമ്മത്തിനെയും 108 മർമ്മത്തിനെയും ആധാരമാക്കിയിട്ട് ചെയ്യുന്ന ഇലക്കിഴി, പൊടിക്കിഴി, നവരക്കിഴി, മുട്ടക്കിഴി, പിന്നെ ഈ ധാന്യക്കിഴി, സ്റ്റീം കിഴി, അതിലും കുറേ മരുന്നുകൾ. നമ്മൾ ആദ്യം പേഷ്യന്റ് വന്നെല്ലാം പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ, ഇന്നേ പോലെയാ ചെയ്യുക എല്ലാം പറയും. അവർ പിന്നെ അങ്ങനെ ജോലി ചെയ്ത് വേദനകളും എല്ലാം കൊണ്ടുവരുന്നത്. അപ്പം നമ്മളിങ്ങനെ ആയുർവേദത്തെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്ക് ഡോക്ടറെ കണ്ട് സംസാരിച്ച് ജസ്റ്റ് ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അവർക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. അപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് ചെയ്യാനുണ്ട്. കർക്കടകക്കഞ്ഞിയും ഇലക്കിഴിയും ഞവരക്കഞ്ഞിയും അറിയാനുണ്ട് ഏറെ. അറിയണം ആയുർവേദത്തെ. കാണുക നേർരേഖ.